കൺട്രോൾ യുവർ സെൽഫ് ഗൗതം. നിന്റെ വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. കൺട്രോൾ. പേടിക്കണ്ട മോളെ. വല്യച്ഛനാണെന്നാ ഞാൻ കരുതിയത്. അദ്ദേഹം എന്തു പറയുന്ന ഓർത്ത് ഇരട്ടത്ത് ഗായത്രി ചേച്ചിക്ക് ദീപം തെളിയിക്കായിരുന്നു ശിവാനി. ഇന്ന് ചേച്ചിയുടെ ഓർമ്മ ദിവസമല്ലേ? അച്ഛന് ഓർമ്മയില്ലേ? ആ ഓർമ്മ കാരണം എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. ഗായത്രി അവസാനമായി പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വല്യച്ഛൻ അതൊന്നും ഓർമ്മയെ കാണില്ല അച്ഛ. അത് നീ ഓർക്കാതിരിക്കാനാ? അവളുടെ ചരമ ദിവസം തന്നെ നിന്റെ വിവാഹ നിശ്ചയവും ഞങ്ങൾ തീരുമാനിച്ചത്. റോസാപ്പൂമാല 10 വർഷങ്ങളായി ഇവൾക്കെന്തിനാ ഇതൊക്കെ വെറുതെ ചെലവാക്കുന്നത്? മുത്തശ്ശി, മോളെ ശിവാനി, ഒച്ച വയ്ക്കല്ലേ മോളെ. ഏട്ടൻ എഴുതേക്കും. വിളക്കും ഞാൻ അണയ്ക്കുമായിരുന്നു. പക്ഷേ ഇവളുടെ ജീവിതം എപ്പോഴേ അണഞ്ഞു പോയതാ. ഇനിമേലിൽ നീ എന്തിനാ ഈ വിളക്ക് കത്തിക്കുന്നതെന്ന് ഞാനും നോക്കട്ടെ. മുത്തശ്ശി എന്തിനാ ഇങ്ങനെ അന്യരെ പോലെ പെരുമാറുന്നെന്നാ മനസ്സിലാകത്തെ. ചേച്ചിയുടെ ഓർമ്മ ദിവസം അമ്പലത്തിൽ അന്നദാനം കൊടുക്കാന്നാ വിചാരിച്ചത്. മുത്തശ്ശി അതിനുള്ള കാശ് തന്നില്ലേലും കുഴപ്പമില്ല. ഒരു നിമിഷമെങ്കിലും ചേച്ചി ഒന്ന് ഓർത്തൂടെ? അത് മതി. എന്താടാ ഗോവിന്ദരാജ, നിന്റെ മകളിങ്ങനെ കരയുമ്പോ ഞാൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ആലോചിക്കുകയാണോ? 2 ഉരുള പിണ്ടം കൊണ്ടുവച്ചാൽ ഗായത്രിയുടെ ആത്മാവിന് ശാന്തി കിട്ടും. അമ്പലത്തിൽ വരുന്ന ഭക്തർക്ക് എന്തിനാടാ അവളുടെ പേരിൽ അന്നദാനം നടത്തുന്നേ? പാഴ്ചെലവല്ലേ അതൊക്കെ? ഈ ശിവാനി അത്രയ്ക്ക് പാവമാണല്ലോ. അപ്പൊ പിന്നെ ചിരി വരില്ലേ? അമ്മേ, ഇക്കാര്യം വിട്ടേക്കമ്മേ. ഞാൻ വിട്ടേക്കാടാ. ഇത് വരദരാജൻ അറിഞ്ഞാലേ ഇവളുടെ ജീവിതം അവസാനിക്കുകയുള്ളൂ. മര്യാദയ്ക്ക് ജീവിക്കാതെ അഹങ്കരിച്ച് നടന്നവളെ പറ്റി ആവശ്യമില്ലാതെ സംസാരിക്കരുത്. നാളെ നിന്റെ നിശ്ചയം നല്ല രീതിയിൽ തന്നെ നടക്കണം. ലൈറ്റ് ഇട്ടിട്ട് ദീപം കത്തിച്ച മണ്ടന്മാരാണെന്ന് വിചാരിക്കും. മനസ്സിലായോടാ?
സ്വന്തം മകളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കാതെ അച്ഛാ, മൂത്ത മകളുടെ ചരമദിനത്തെ കുറിച്ച് ഓർക്കാൻ പോലും പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നോക്ക്. മതി. ഇനി ഞാനൊന്നും ആലോചിക്കുന്നില്ല. ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. നിന്നെ നിർബന്ധിച്ച് നടത്തുന്ന ഈ കല്യാണം കാണാൻ പോലും ധൈര്യം എനിക്കില്ല മോളെ. അതുകൊണ്ടാണ് നിന്നോട് ഈ വീട് വിട്ടുപോകാൻ ഞാൻ പറയുന്നത്. അതെ, ഞാൻ കാര്യം പറയുന്നേ. എന്റെ അവസാനത്തെ മോളെ എനിക്ക് ബലി കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല മോളെ. ചെല്ലും മോളെ. നീ എങ്ങനെ പോയാലും എവിടെ പോയാലും എനിക്കൊരു പ്രശ്നമില്ല. നീ ജീവിച്ചിരുന്നാ മതി. ഇത് നിന്റെ അച്ഛന് വേണ്ടിയല്ല മോളെ. നിന്റെ ഭാവി ഓർത്തെങ്കിലും നീ ജീവിച്ചിരിക്കണം. അമ്മയോ കൂടെയില്ല, ചേച്ചിയുടെ തുണയും ഇല്ല. ഇപ്പൊ എന്റെ കാര്യം നോക്കി ഞാൻ ഇവിടുന്ന് പോയാ അച്ഛൻ പിന്നെ ഒറ്റപ്പെട്ടു പോവില്ലേ? പോലീസ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണിനെ അടിമയാക്കാൻ നോക്കുക. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോവുക. ഈ പ്രായത്തിൽ ആ പാപം കൂടി സഹിക്കാൻ കഴിയില്ല എനിക്ക്. നീ എവിടേക്ക് പോയാലും ഈ അച്ഛന്റെ അനുഗ്രഹം എപ്പോഴും നിനക്കുണ്ടാവും. ഇവിടുന്ന് പോമോളെ. അങ്ങനെയല്ല അച്ഛാ. ദയവ് ചെയ്ത് നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ രക്ഷിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇവിടുന്ന് പൊക്കോ. വേഗം പോമോളെ. അച്ഛാ. ലക്ഷ്മി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ നിന്റെ കല്യാണം നടത്തേണ്ടതല്ലേ? അതിനു മുന്നേ എങ്ങനെയാ ശ്രീദേവി ചേച്ചി കല്യാണം കഴിക്കുന്നത്? ഏട്ടനകത്ത് പൂജ ചെയ്തോണ്ടിരിക്കുക. നീ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടിരുന്നാലുണ്ടല്ലോ, അവസാനം നിന്റെ കെട്ട് നടത്തും. അതല്ല ചേച്ചി, ഇന്നലെ കണ്ടതല്ലേ അവരുടെ വീട്ടിൽ വെച്ച് ഏട്ടനെ എത്രത്തോളം അപമാനപ്പെടുത്തിയെന്ന്. ഏട്ടനെ മോശക്കാരനാക്കി ഒരുപാട് സംസാരിച്ചതല്ലേ. എത്ര വിഷമായി കാണോ ഏട്ടന്? വരദരാജൻ അമ്മാവന് ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. ഏട്ടനോട് വെറുപ്പ് കാണിക്കുന്നതും ഇങ്ങനെ ഓരോന്ന് പറയുന്നതും നമ്മൾ ചെറുപ്പം മുതലേ കാണുന്ന കാര്യമല്ലേ ചേച്ചി? ഏയ്, ഇടയ്ക്കേറി സംസാരിക്കാതെ. എങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന് അറിയാനുള്ള പ്രായം പോലും ആയിട്ടില്ല നിനക്കെന്ന്. പാല് കുടിക്കുന്ന പ്രായമായിരുന്നു, അറിയാവോ? ഏയ്, ഇപ്പൊ എന്തിനാ അതൊക്കെ പറയുന്നേ? ദേവേട്ടനെ കെട്ടാൻ സമ്മതമാണെന്ന് ലക്ഷ്മി ചേച്ചി നമ്മുടെ ഏട്ടനോട് പറഞ്ഞല്ലോ. അതിന് ഏട്ടനും എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല. വരദരാജൻ അമ്മാവനും ആ കിഴവിയും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? എനിക്കില്ലാത്ത പേടി നിങ്ങൾക്ക് എന്തിനാന്ന് ഏട്ടൻ ചോദിച്ചാ നീ എന്താ പറയാൻ പോന്നേ? അത് സത്യവാ. ലക്ഷ്മി ചേച്ചിയെ കാണാതെ ചേട്ടൻ ഇരിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത്. രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ദേവേട്ടൻ കാണാൻ ഹീറോയെ പോലെ ഇരിക്കുന്നേ. ലക്ഷ്മി ചേച്ചിക്ക് ചേരുന്ന ജോഡിയാ. സുഖാണ് ഏട്ടാ? സുഖായിരിക്കുന്നു മോളെ.
ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ശിവാനിക്ക് നിശ്ചയത്തിന് മുമ്പുള്ള ഒരു ചടങ്ങുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും അമ്മ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും കൂടി ഒരു കാർ മതിയാവൂ ഏട്ടാ? അതല്ല ഇനി വലിയ കാർ കൊണ്ടുവരോ? നീ ഒന്ന് വാടച്ച് മിണ്ടാതിരുന്നേ. ആദ്യം ലക്ഷ്മിയെ കൂട്ടിക്കൊണ്ടുവന്നാ കരുതിയേ. അത് സാരമില്ല, പെട്ടെന്ന് വരാണെങ്കിൽ എല്ലാരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോവാം. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഏട്ടാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ലക്ഷ്മി ചേച്ചിയെ മാത്രം കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ അല്ലേ? ഒരു പ്ലാനും നടക്കില്ല ഏട്ടനോട് ചോദിക്കാതെ. ലക്ഷ്മിയോട് ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യോ, ഇദ്ദേഹം എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഏട്ടൻ കണ്ട എന്തു വിചാരിക്കും എന്തോ. നിങ്ങൾ കണ്ടോ ഏട്ടനെ കണ്ടപ്പോ നാണിച്ചു നിൽക്കുന്നത്? ഏയ് ശ്രീദേവി, നീ അതൊന്ന് കണ്ണു തുറന്ന് നോക്ക്. ലക്ഷ്മിയുടെ കല്യാണം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നല്ലേ പറഞ്ഞേ? ഇഷ്ടപ്പെടേണ്ടത് ഈ വീട്ടിലുള്ളവർക്കല്ല, ചേച്ചിയെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾക്കാ. ചേച്ചി സാരി കൊണ്ട് മറിച്ചാലും ചേട്ടൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് കണ്ടില്ലേ? കല്യാണം കഴിയുന്നതിന് മുന്നേ എങ്ങനെയാ ജോഡി പ്രാവളെ പോലെ നിൽക്കുന്നേ നോക്ക്. ഏയ്, സ്കൂൾ കുട്ടിയാ നീ. വലിയ വായിൽ എന്തിനാ ഇങ്ങനെ വർത്താനം പറയുന്നേ? ഗീതയമ്മായി ലക്ഷ്മി ചേച്ചിയെ പൊന്നുപോലെ നോക്കും. വരദരാജനമ്മാവനും പിന്നെ ആ കിഴവിയും അവരൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവാനാ? കുറെ കാലം ജീവിക്കേണ്ടവര് ഇവരല്ലേ? ഭംഗിയുള്ളൊരു പൂ പോലെ ഇരിക്കുന്ന നീ ഇങ്ങനെ വാടി പോകുന്നത് കാണാൻ ഒട്ടും രസമില്ല കേട്ടോ. ആ സാരി ഇങ്ങ് തന്നേക്ക്. ഇങ്ങ് തരാൻ. എന്തിനാ ലക്ഷ്മി ഇങ്ങനെ പേടിക്കുന്നേ? എന്തൊക്കെയായാലും ഞാൻ എൻ്റെ ഈ കയ്യിൽ വച്ചിരിക്കുന്നത് നീ ഓൾറെഡി ഉടുത്തിട്ട് കഴുകിയ സാരി തന്നെയല്ലേ മോളെ? അതല്ലാതെ നീ ഇപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടില്ലല്ലോ. ഇതേ ഞാൻ ഉണക്കാനിടാം, നീ ടെൻഷൻ അടിക്കണ്ട. എന്താ സംസാരിക്കുന്നെന്ന് കേൾക്കുന്നില്ലല്ലോ? കുറച്ചും കൂടി ഉറച്ച് സംസാരിച്ചിരുന്നെങ്കിൽ കേൾക്കായിരുന്നു. കണ്ട് സന്തോഷിച്ചാ മതി, കേൾക്കാൻ നിന്നാ ഏട്ടൻ വന്ന് തലക്കിട്ട് കൊട്ടും. എന്താടി നിനക്ക് വിഷമായോ? സ്കൂളിൽ പാഠം പഠിപ്പിക്കുന്ന ടീച്ചറായ ആ ശശികുമാറിനെ കല്യാണം കഴിക്കാനിരുന്ന നീ എപ്പോഴാണോ എന്തോ എന്നെ കല്യാണം കഴിക്കാനുള്ള വിധി ദൈവം നിന്റെ തലയിൽ കൊണ്ടിട്ടത്. അന്ന് മുതൽ നീ എനിക്കുള്ളത് മാത്രമായി കഴിഞ്ഞു ലക്ഷ്മി. എന്താ
നിനക്കിനിയും മനസ്സിലായില്ല ലക്ഷ്മി. അതുകൊണ്ട് തന്നെയാ നിനക്ക് വിഷമായെന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലായത്. എന്താണെന്ന് വെച്ചാൽ നീ വളരെ സെൻസിറ്റീവാണ്. നല്ല മുല്ലപ്പൂ പോലെ വളരെ മൃദുലമാണ്. നിനക്ക് ബലവാനായി പോലീസിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? എന്താ ശരിയല്ലേ? നിന്റെ നടക്കാനിരുന്ന കല്യാണം ക്യാൻസലായി. ഇപ്പോ എന്നെ കെട്ടേണ്ട അവസ്ഥയാ. എന്ന് വെച്ചാൽ എന്നെ നിന്റെ ഭാവി ഭർത്താവായി നിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യേണ്ട സമയം തുടങ്ങിയിരിക്കുന്നു ലക്ഷ്മി. ഇനിയും നീ ആ ശശികുമാറിനെ കുറിച്ച് ചിന്തിച്ചാലും അങ്ങനെ ഒരു പയ്യനെ നീ മിസ് ചെയ്തു നോർത്ത് വിഷമിച്ചാലുണ്ടല്ലോ, അവനതെ ഇതുപോലെ ഞെരിച്ച് കൊല്ലും ഞാൻ. നിന്റെ അനിയത്തിമാരുണ്ടല്ലോ നിന്നെ നോക്കിയാ ചിരിച്ചോണ്ടിരിക്കുന്നത്. ദേവേട്ടൻ എന്തോ നല്ല കാര്യം പറയുന്നെന്ന് വിചാരിച്ചിരിക്കുക അവര്. എന്നാൽ ഈ പറയുന്നതൊക്കെ കേട്ട് എനിക്ക് തന്നെ സഹിക്കാനാവുന്നില്ല. സത്യം അറിയുമ്പോ നിങ്ങൾ എന്തുമാത്രം വിഷമിക്കും. ഈ കാര്യങ്ങളൊക്കെ ഏട്ടൻ അറിഞ്ഞാലോ എന്തുമാത്രം വേദനിക്കുമെന്ന് എനിക്കറിയില്ല. കഴുകിയ തുണികള് ഇങ്ങനെ കുടഞ്ഞുണക്കാനിടുമ്പോ അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തിന്റെ തുള്ളികൾക്കൊരു പ്രത്യേക തണുപ്പാണല്ലേ. എന്താ മക്കളെ ഇവിടെ എന്താ ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കുക ഏട്ടാ. എന്ത് നോക്കുന്നു? അങ്ങോട്ട് നോക്കേട്ടാ. ഈ 10,000 രൂപ കയ്യിൽ വെച്ചോളൂ ലക്ഷ്മി. ഞാൻ നിനക്ക് വളരെ സ്നേഹത്തോടെ തരുന്നതായത്. വേണ്ട, അങ്ങനെ പറയാതെ ലക്ഷ്മി, പ്ലീസ്. വാങ്ങിക്കുന്നേ, ഞാൻ പറയുന്നത് കേക്ക്. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് ലക്ഷ്മി, ഞാൻ നിർബന്ധിക്കുന്നതായിട്ട് നീ കരുതണ്ട. നിനക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കടയിൽ നിന്ന് വാങ്ങട്ടെ എന്ന് കരുതിയാ ഞാനിത് നിനക്ക് തരുന്നേ. അത് കണ്ടോ ഏട്ടാ, ദേവേട്ടന് ചേച്ചിയോട് എന്ത് സ്നേഹാന്ന്. അവരുടെ മനസ്സ് നല്ലതാ. അങ്ങനെ മനസ്സുള്ള ഒരാള് എൻ്റെ സഹോദരിയുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ വരദരാജൻ അമ്മാവനും അവരുടെ അമ്മയുമാണ് പ്രശ്നക്കാര്. നീ ഒന്ന് മിണ്ടാതിരുന്നേ. എപ്പ നോക്കിയാലും നെഗറ്റീവായിട്ടേ സംസാരിക്കൂ. പ്ലീസ് ലക്ഷ്മി, നീ ഇത് വാങ്ങിച്ചേ പറ്റൂ. എൻ്റെ ഒരു ആഗ്രഹം ഇത്. പിടിക്ക ലക്ഷ്മി. ലക്ഷ്മി, ലക്ഷ്മി ചേച്ചിയെ പൊന്നുപോലെ നോക്കാനുള്ള ഉത്തരവാദിത്വം ദേവേട്ടൻ ഏറ്റെടുത്തിരിക്കുക. ചേച്ചിയുടെ കയ്യിൽ രക്തം വരുന്ന കണ്ടപ്പോ തന്നെ
ദേവേട്ടന്റെ കരുതൽ നീയും കണ്ടതല്ലേ? ചേച്ചി നാണം വന്നിട്ട് കൈതട്ടി മാറ്റി. ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ. നിങ്ങൾ പറയുന്ന എനിക്ക് കേക്കേ വേണ്ട. കുറച്ചു മുന്നേ എന്തോ ജോലി പറഞ്ഞല്ലോ, അത് ഞാൻ ചെയ്തോളാം. ദേവാ, എൻ്റെ അനിയത്തിമാർക്ക് ആരിങ്ങനെ പണം വെച്ച് നീട്ടിയാലും അവര് ഒരിക്കലും വാങ്ങില്ല. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ ശിവാനിയുടെ നിശ്ചയത്തിന് എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ഈ കാശ് തരുന്നതെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ മനസ്സ് നിറഞ്ഞു കൊടുത്തപ്പോൾ അവൾ ഒരുപാട് വിഷമിക്കുക. അങ്ങനെയൊന്നുമില്ല. പ്ലീസ് അളിയ, നീ പറഞ്ഞാൽ ലക്ഷ്മി തീർച്ചയായും കേൾക്കും. അത് വിട്ടേക്ക് ദേവാ, അവളെ നിർബന്ധിക്കണ്ട. ശരിയെന്നാ, നിങ്ങളുടെ ഇഷ്ടം. ലക്ഷ്മി, എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ ഇവരെയും കൂട്ടിയിട്ട് വരാം. ഇക്കാര്യത്തിൽ ചേച്ചിയെ നിർബന്ധിക്കില്ലേ ദേവേട്ടാ? ഞങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് വന്നോളാം. ശരി, നിങ്ങളുടെ ഇഷ്ടം. അമ്മ ഉറപ്പായി വരണമെന്ന് പറഞ്ഞു. തീർച്ചയായും വരണം കേട്ടോ. ശരി. ഏട്ടാ, അമ്മയുടെ മോതിരം കാണാനില്ല.